മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു പൊസിഷനിലെത്തി നല്ലൊരു ജോലി കയറിയാൽ എല്ലാം ആയി എന്ന് കരുതുന്ന അച്ഛനമ്മമാർക്കുള്ള ഒരു വീഡിയോ ആണിത്. ഏറ്റവും നല്ല മകൾക്കുള്ള ഒരു അവാർഡ് ഈ സ്ത്രീക്ക് കൊടുക്കണം കേട്ടോ. സ്വന്തം പിതാവ് മരണപ്പെട്ടു, അന്ത്യകർമ്മങ്ങൾ ചെയ്യാനോ അവസാനമായിട്ട് കാണാനോ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. വീഡിയോ കോളിലെല്ലാം കാണുകയാണ്. ആ വീഡിയോ കോളിൽ ചോദിക്കുകയാണ് എന്നിട്ട് ഇത് എത്ര സമയം എടുക്കും എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരു 10-15 മിനിറ്റ് എടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയാണ് എന്നാൽ ശരി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടൊന്ന് അയച്ചു തരണം എന്നുള്ളത്. അന്വേഷിച്ചപ്പോൾ മുംബൈയിലെ പഴയകാലത്തെ പ്രമുഖ വസ്ത്ര വ്യാപാരിയായിരുന്നു മരണപ്പെട്ടത്. ഇപ്പോൾ ഹരിയാനയിൽ ഒരു ആശ്രമത്തിൽ താമസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ആശ്രമത്തിൽ. അവരൊരു 3 വർഷം മുമ്പ് മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ ആശ്രമത്തിൻ്റെ ആളുകൾ അവരെ വിളിച്ചതാണ്. 2 മക്കൾ മുംബൈയിലാണ്, ടീച്ചേഴ്സാണ്, അധ്യാപകരാണ്. മുംബൈയിൽ നിന്ന് ഹരിയാനയ്ക്കുള്ള ദൂരം പറഞ്ഞുകൊണ്ട് അവർ വീഡിയോ കോളിൽ അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ കണ്ടു. മനുഷ്യർ UK നിന്നും ജർമ്മനിയിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും സ്വന്തം മാതാപിതാക്കളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിപ്പോവുകയാണ്. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു പൊസിഷനിലെത്തി നല്ലൊരു ജോലി കയറിയാൽ എല്ലാം ആയി എന്ന് കരുതുന്ന അച്ഛനമ്മമാർക്കുള്ള ഒരു വീഡിയോ ആണിത്. വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ മക്കളെ മനുഷ്യരായിട്ട് വളർത്തണം. മറ്റുള്ളവരുടെ വേദനകളും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന മനുഷ്യരായിട്ട് വളർത്തണം. അറ്റ്ലീസ്റ്റ് സ്വന്തം മാതാപിതാക്കളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന മനുഷ്യരായി വളരട്ടെ. ബേബി സിറ്റിംഗ് വിതച്ച് ഓൾഡ് ഏജ് ഹോം കൊയ്യുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ആ ചിതയിൽ കത്തുന്ന വ്യക്തി വിതച്ചത് അദ്ദേഹം അവസാന കാലത്ത് കൊയ്തു. അത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ.